8 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിദേശത്ത് പഠിക്കാൻ വന്നപ്പോൾ ആദ്യമായി പാർട്ട് ടൈം ജോലി ചെയ്തത് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദവും ഭീകരതയുമാണെന്ന് കേട്ടും പഠിച്ചും വളർന്ന എനിക്ക് ആ റെസ്റ്റോറൻറ്റിലെ ഉടമയും മറ്റ് ജീവനക്കാരും ആദ്യമൊക്കെ അന്യരായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ എനിക്കൊരു ശത്രുതയായിരുന്നു അവരോട്. പക്ഷേ അവർക്ക് ഞാൻ എന്നും അവരിലൊരാളായിരുന്നു. കരിയറിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ജോലി പിന്നീട് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ തകർന്നു വീണത് എൻ്റെ ഉള്ളിലെ കുറെ തെറ്റിദ്ധാരണകളും കാഴ്ചപ്പാടുകളുമൊക്കെ ആയിരുന്നു. എൻ്റെ രാജ്യവും മതവും വിശ്വാസവും നിറവും നാടുമൊക്കെ മറ്റൊരുവനേക്കാൾ മികച്ചതാണെന്നും ആയതിനാൽ തന്നെ ഞാൻ മറ്റൊരുവനേക്കാളും വലുതാണെന്നും സ്വയം വിശ്വസിക്കുന്നിടത്താണ് മനുഷ്യര് പരസ്പരം വെറുത്തു തുടങ്ങുന്നത്. അന്നുവരെ തോന്നാത്ത അമർഷവും തലക്കനവുമൊക്കെ നിങ്ങൾക്കുള്ളിൽ അന്നു മുതൽ തോന്നിത്തുടങ്ങും. വംശീയതയും വർഗീയതയും ഒക്കെ കാലാകാലങ്ങളായിട്ട് അധികാരത്തിലിരിക്കുന്നവർ ഉപയോഗിച്ചു വരുന്ന ശക്തമായൊരായുധമാണ്. ആര്യൻ വംശത്തിന്റെ സുപ്രമസിയിൽ വിശ്വസിച്ച് 2ാം ലോക മഹായുദ്ധം തുടങ്ങിവെച്ച ഹിറ്റ്ലറും വൈറ്റ് സുപ്രമസിയിൽ വിശ്വസിക്കുന്ന ട്രംപും രാഷ്ട്രീയത്തിൽ മതം കലർത്തി അത് വോട്ട് ബാങ്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നതാണ് സത്യം. പാശ്ചാത്യ രാജ്യങ്ങളിൽ വംശീയാധിക്ഷേപമുണ്ടാകുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഒത്തൊരുമ ദക്ഷിണേഷ്യൻ മനുഷ്യർ കാണിക്കും. ആ ആവേശമൊക്കെ കത്തി നിൽക്കുന്നതിനിടയിൽ ഒരു ക്രിക്കറ്റ് മാച്ച് സംഭവിച്ചാൽ അവിടെ തെറ്റും പാകിസ്ഥാനും ഇന്ത്യയും. സ്വന്തം രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണ് എന്ന വിശ്വാസവുമേറി പാകിസ്ഥാനെതിരെ ഇന്ത്യൻ കൊടിയുടെ കീഴിൽ ഒരുമിക്കുന്ന ഇന്ത്യക്കാർക്ക് അവിടെ മതവും നാടുമൊന്നും ഒരു വിഷയമേ അല്ല. ഈ ഒത്തൊരുമ നിഷ്പ്രഭമാകാൻ ദേശീയ തലത്തിൽ ഒരു ഇലക്ഷൻ നടന്നാൽ മാത്രം മതി. അവിടെ പിന്നെ ഇന്ത്യക്കാർ എന്നതിനപ്പുറം BJP-ക്കാരും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ ആകും. അതിനാഴം കൂട്ടാൻ ചിലർ മതവും കൂട്ടുപിടിക്കും. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല പരസ്പരം വെട്ടിക്കീറാനുള്ള നമ്മുടെ ത്വര. ഒരു കൊടിക്കീഴിൽ ഭാരതീയർ എന്ന് പറയാൻ മടിച്ച് അവിടെ ഭാഷയും സംസ്കാരവും ഒക്കെ മുൻനിർത്തി നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും ഒക്കെ ആയിട്ട് പിന്നീട് നമ്മൾ മാറും. അതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. മണ്ണും വെള്ളവും ഒക്കെ ഒരു വിഷയമായി ഉയർന്നു വരുമ്പോൾ സൗത്ത് ഇന്ത്യൻസ് മല്ലുവും തമിഴനും തെലുങ്കനുമൊക്കെ ആയി മാറും. ഒരു പ്രകൃതി ദുരന്തമൊക്കെ സംഭവിക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന മലയാളികളെ തകർക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് നമ്മൾ കരുതും. പക്ഷേ സംസ്ഥാന തലത്തിൽ ഒരു ഇലക്ഷൻ നടന്നാൽ മതി, ആ വിശ്വാസവും തെറ്റും. പിന്നെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ചെകുത്താന്മാരെ പോലെ മൃഗീയമായിട്ട് പരസ്പരം വേട്ടയാടുന്ന ചില മനുഷ്യരെയും അവർക്ക് ബാലപാഠം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ കാണും. പൊതുവായൊരു ശത്രുവുള്ളിടത്തോളം കാലം ഒരു രാജ്യത്തിലുള്ളവരും അവിടെയുള്ള മതവിശ്വാസികളും ഒരുമിക്കും. അഡോൾഫ് ഹിറ്റ്ലർ അടക്കം വിശ്വസിച്ച ഈ തത്വം ഇന്നും ജനാധിപത്യ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുപയോഗിക്കുന്ന ഒരു അസ്ത്രായുധമാണ്. ഈ തന്ത്രം ചില മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കുമെങ്കിലും ഈ പ്രക്രിയയിൽ എന്തിനെന്ന് പോലും അറിയാതെ പരസ്പരം വെറുത്തും കലഹിച്ചും സാധാരണ മനുഷ്യർ ജീവിക്കും. നമ്മൾ മലയാളിയോ സൗത്ത് ഇന്ത്യനോ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ കറുത്തവനോ വെളുത്തവനോ ഒന്നുമല്ല, മനുഷ്യരാണ്. മജ്ജയും മാംസവുമുള്ള മനുഷ്യർ. അതുകൊണ്ട് തന്നെ വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിടരുത്. ബി കൈൻഡ്, ബി ഹ്യൂമൻ.